അങ്ങനെ. പക്ഷെ പണ്ടും ഭയങ്കര ചിട്ടയോടെയുള്ള ലൈഫായിരുന്നു. രാവിലെ എനിക്ക് 5 o'clock എണീക്കും. അതിൽ കൂടുതൽ വർക്കില്ലെങ്കിലും ഉണ്ടെങ്കിലും പുള്ളി എത്ര ലേറ്റ് ആയിട്ട് ഷൂട്ട് കഴിഞ്ഞ് വന്നാലും 5 മണിക്ക് എണീക്കും. എക്സസൈസ് ഒക്കെ അന്ന് എക്സസൈസ് ഒക്കെ എത്ര ലേറ്റ് നൈറ്റ് വന്നാലും രാവിലെ വെളുപ്പിന് എൻ്റെ എക്സസൈസ് പോയി. അതുകൊണ്ടാണ് ഇത്ര സുന്ദരനായിട്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല. ഒരു ശകലം പ്രഷറുണ്ട്, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ദൈവാനുഗ്രഹിച്ച്. സുന്ദരൻ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. സുന്ദരനാണ്, ഗ്ലാമർ ആണ്. ഇപ്പോഴും ആ ഒരു പുള്ളി ഒരു ഫുൾ റൊമാൻറ്റിക് മൂഡിലാണ് എപ്പോഴും. പപ്പ അങ്ങനെ നോക്കിയത് കൊണ്ടാണ് പപ്പയുടെ ഈ ആക്സിഡന്റ് സമയത്തൊക്കെ ആണെങ്കിൽ ഇത്രയും സർജറീസ് ഒക്കെ വന്നെങ്കിലും പെട്ടെന്ന് റിക്കവറായി. പുള്ളിക്ക് ഡയബറ്റിക് ഇല്ല, ഗോഡ് ഗ്രേസ്, അങ്ങനെ ഡയബറ്റിക് ഇല്ല, പ്രഷർ, കാര്യങ്ങൾ, കൊളസ്ട്രോൾ, എവറിത്തിങ് ഈസ് അബ്സല്യൂട്ട്ലി ഓൾ റൈറ്റ്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരു ആക്സിഡന്റ് ആയിട്ട് ഇരിക്കണ ഒരു വ്യക്തിയുടെ ഫേസ് അല്ല സത്യം പറഞ്ഞാൽ. അമ്മ ഞാനൊരു സംശയം ചോദിക്കട്ടെ. അത് കഴിഞ്ഞ് അങ്ങനെ അമ്പിളിച്ചേട്ടൻ അങ്ങനെ സിനിമയിൽ നിന്നൊക്കെ മാറിയപ്പോഴത്തേക്കും അമ്പിളിച്ചേട്ടൻ എപ്പോഴെങ്കിലും ഭയങ്കര വിഷമോ ഡിപ്രഷനോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇത്രയും തിരക്ക് പിടിച്ച് ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മളിപ്പോ ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ മനസ്സിലുണ്ട്. പക്ഷെ ഇപ്പോഴും ഷൂട്ടിങ് അവര് സിനിമ സംബന്ധിച്ച് ആരെങ്കിലും വരുവാണെങ്കിൽ പപ്പയ്ക്ക് സംസാരിക്കാൻ പറ്റാത്തതിലുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ കാണിക്കാറുണ്ട് മുഖത്ത് എക്സ്പ്രഷൻ പോലും. ഈ പറയുന്ന പപ്പ എവിടുന്ന് അമ്മ ഈ പറഞ്ഞ ഒരു ബേബി ശാലിനി എന്നായിരുന്നു സെറ്റിലുള്ളവർ വിളിച്ചോണ്ടിരുന്നത്. അമ്മയും പപ്പയും കൂടെ പോകുമ്പോ അമ്പിളിച്ചേട്ടന്റെ ബേബി ശാലിനി പോകുന്നു. കൽപ്പനാന്റി എപ്പോഴും കളിയാക്കും. അച്ഛനും മോളും പോകുന്നുണ്ടോ അല്ലേ കൊണ്ടുകൊണ്ടിരുന്നു. കൽപ്പനാന്റി ഇതാ വരുന്നുണ്ട്, അമ്പിളിച്ചേട്ടന്റെ ബേബി ശാലിനി വരുന്നുണ്ട്. അമ്മയ്ക്ക് ഇച്ചിരി ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് രാവിലെ ഈ പറഞ്ഞ പോലെ ഇൻസുലിൻ എടുത്തില്ലെങ്കിൽ ഒരു അമ്മ അറിയാതെ തന്നെ പുള്ളി 2-3 ആപ്പിളൊക്കെ എടുത്ത് അമ്മയ്ക്ക് വെച്ച് അങ്ങനെ ഭയങ്കര കെയറിംഗ് ഒക്കെ ആയിട്ടാണ് കൊണ്ടുപോകൊണ്ടിരുന്നത്. അവസരമായി ചെയ്തോണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ തിരിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് ഞങ്ങളത് ഓർക്കാറുണ്ട്. അപ്പൊ അമ്പിളിച്ചേട്ടൻ ഒരു ദിവസം എങ്ങനെയാ? രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? ഇപ്പൊ എങ്ങനെയൊക്കെയാ കാര്യങ്ങളൊക്കെ? ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അറിയാമല്ലോ, ഇപ്പം നമ്മളെല്ലാം പപ്പയെ നോക്കുന്ന ഒരാളുണ്ട്. എന്നാലും പപ്പ ഒരു 6 മണിക്കൊക്കെ എണീറ്റ് പപ്പയുടെ പ്രാഥമിക എല്ലാം കഴിഞ്ഞിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഇരുന്ന് കുറച്ച് നേരം പേപ്പറൊക്കെ നോക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, മരുന്ന്, പിന്നെ ഒരു 11-12 മണിയാകുമ്പോഴത്തേനും ആ ഒരു സദാശ ഉറക്കമൊക്കെ വരും. പിന്നെ ഫിസിയോതെറാപ്പി ഉണ്ട്. ഇടയ്ക്ക് കുറച്ച് നേരം TV കാണും. ഇപ്പം അങ്ങനെ ഒരു ലൈഫ്. 8:30 ആകുമ്പോഴത്തേനും നമ്മള് ഡിന്നർ ഇപ്പൊ കഴിച്ചും ഇങ്ങനെ ഒരു ഇരിപ്പ് ഇങ്ങനെ കൂടുതലായിട്ട് 9 8:30 ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 9 o'clock ആകുമ്പം പപ്പ കിടക്കും.